Hi friends, ഞാൻ Shini Nidheesh. Welcome to ChinsRuchi. ഇന്ന് നമുക്ക് കുറച്ച് ബോട്ടിൽ ആർട്ട് ചെയ്താലോ? 3 ടൈപ്പ് ബോട്ടിൽ ആർട്ടാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ആക്രിലിക് കളേഴ്സ് ആണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചിരിക്കുന്നത് സ്റ്റോൺ വർക്കാണ്, കുറച്ച് സ്റ്റോൺ ആർട്ട്. അതേപോലെ ആക്രിലിക് കളേഴ്സ് യൂസ് ചെയ്തിട്ട് ചെയ്തതാണ്. ഇത് കുറേ മുന്നേ ചെയ്തതാണ്, വീഡിയോ ഒന്നും എടുത്തു വെച്ചിട്ടില്ല. ഹോബി ഉണ്ടാവുന്നത് കൊണ്ട് നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളെ സ്ട്രെസ്സും സ്ട്രെയിനൊക്കെ കുറഞ്ഞ് നമ്മൾ നല്ല ക്രിയേറ്റീവ് ആവും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമുക്ക് വേണ്ടത് 3 ബോട്ടിൽസാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ബോട്ടിൽസ് ഇല്ലെങ്കിൽ ടെൻഷനൊന്നും അടിക്കണ്ട. എവിടെയെങ്കിലും ആരെങ്കിലും വീട്ടിൽ കണ്ടാൽ ചോദിക്കാൻ മടിക്കുകയൊന്നും വേണ്ട. നെയ്ബേഴ്സിൻ്റെ അടുത്തോ റിലേറ്റീവ്സിൻ്റെ അടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചിട്ട് ബോട്ടിൽസ് സംഘടിപ്പിക്കുക. പിന്നെ നമുക്ക് വേണ്ടുന്നത് ആക്രിലിക് കളേഴ്സാണ്. നമുക്ക് ആവശ്യമുള്ള പിക്ചർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന കളേഴ്സ് ഡിസൈഡ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കളേഴ്സ് പോയിട്ട് വാങ്ങണം. എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ആക്രിലിക് പെയിൻറ്റ്സ് അവൈലബിൾ ആണ്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ബോട്ടിൽ ആർട്ടിൽ ഒരു ബേസ് കോട്ട് നമ്മൾ കൊടുക്കണം. അത് വൈറ്റ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഒരു വീതിയുള്ള ബ്രഷ് യൂസ് ചെയ്തിട്ട് ആക്രിലിക് പെയിൻറ്റിൽ ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ റഫായിട്ട് ബേസ് കോട്ട് നമുക്ക് റഫായിട്ട് ഇതുപോലെ കൊടുത്താൽ മതി. ഞാൻ 3ലും ബേസ് കോട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലോണം ഡ്രൈ ആയിട്ടാകുമ്പോൾ നമുക്ക് സെക്കൻഡ് കോട്ട് കൊടുക്കാം. സെക്കൻഡ് കോട്ട് ബ്രഷ് യൂസ് ചെയ്തിട്ടല്ല, ഒരു സ്പോഞ്ച് പെയിൻറ്റിൽ മുക്കിയിട്ട് ഇതേപോലെ ഡാബ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ സെക്കൻഡ് കോട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് കുറച്ചും കൂടി ഫിനിഷിംഗ് അല്ല, കുറച്ചും കൂടി ഒരു കവറേജ് കിട്ടുന്നത്. നമ്മൾ ഫസ്റ്റ് കോട്ട് പിന്നെ പ്രശ്നമില്ല, സെക്കൻഡ് കോട്ട് നമ്മൾ ബ്രഷ് കൊണ്ട് ചെയ്യുമ്പം അതിനൊരു ലൈൻസ് വരും, ഫിനിഷിങ് വരില്ല. ഇങ്ങനെ നമ്മൾ ഡാബ് ചെയ്ത് കൊടുക്കുമ്പോൾ കുറച്ച് നല്ല കവറേജ് കിട്ടും. ഇനി ഞാൻ 3 എണ്ണം ചെയ്തതിൽ കാലിഗ്രഫി റൈറ്റിംഗ് ചെയ്ത ഒരു ബോട്ടിൽ ആർട്ടാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഞാൻ ആ ബ്ലൂ കളറിൽ എഴുതിയിട്ട് ചെയ്തത് കാലിഗ്രഫി റൈറ്റിംഗ് എന്നാണ് അതിന് പറയാം. അതിന് ഇതേപോലെ ഒരു സ്പോഞ്ച് എടുത്തിട്ട് സ്കൈ ബ്ലൂ കളറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിങ്ങനെ നമ്മൾ ആദ്യം വൈറ്റ് ചെയ്ത പോലെ ഭയങ്കര ഫിനിഷിങ് കൊടുക്കണ്ട. ഈ ഒരു കോട്ടിങ് ജസ്റ്റ് ഇങ്ങനെ ഒരു ഫിനിഷിങ് ഇല്ലാണ്ട് ഒന്ന് റഫായിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു ഭംഗി. അതവിടെ നിന്ന് ഉണങ്ങട്ടെ. ഇനി ഞാൻ ഇതിൻ്റെ അകത്ത് ഒരു ട്രീൻ്റെ ഒരു ഡിസൈനാണ് കൊടുക്കുന്നത്. വൈറ്റിൽ ബ്ലാക്ക്, നല്ല ഭംഗിയാണ് വൈറ്റ് ബേസിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് ചെയ്യുന്നത്. സിമ്പിളായിട്ട് ആർക്കും ചെയ്യാൻ പറ്റുന്ന ജസ്റ്റ് ഒരു ട്രീൻ്റെ പിക്ചർ മാത്രമാണ്. ഗൂഗിൾ ഇമേജസിൽ കിട്ടും. ഈ ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, പെയിൻറ്റിങ് ഇതൊന്നും വലിയ ടഫായിട്ടുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് കിട്ടുന്ന ഫ്രീ ടൈം നമ്മളത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മളെ മൈൻഡ് നല്ല ഫ്രഷ് ആവും. എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ഈ ലോകത്ത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ടില്ലേ, നമുക്ക് പറ്റുന്ന പിക്ചർ സെലക്ട് ചെയ്തിട്ട് നീറ്റായിട്ട് നല്ല ക്ഷമയോടെ ചെയ്താൽ മാത്രം മതി. നമ്മളെ ട്രീ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനി ഒന്നും ചെയ്യാനില്ല. ഇതവിടെ നിന്ന് ഉണങ്ങട്ടെ. ഇനി ഞാൻ 3ാമത്തെ ബോട്ടിലിൽ ബുദ്ധൻ്റെ പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. ചെറിയൊരു പോർഷൻ വൈറ്റ് സർക്കിൾ അങ്ങനെ വെച്ചിട്ട് ബാക്കി
യെല്ലോ കളറിൽ ഒരു സർക്കിൾ, അത് കഴിഞ്ഞിട്ട് ഓറഞ്ച് കളറിൽ ഒരു സർക്കിൾ, അത് കഴിഞ്ഞിട്ട് ഫുൾ റെഡ് കളറിൽ ബോട്ടിൽ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓറഞ്ച് കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ യെല്ലോവും കുറച്ച് റെഡും കൂടി മിക്സ് ചെയ്തിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ ഫുൾ ഒരു റെഡ് കളറാണ് കൊടുക്കുന്നത്. കംപ്ലീറ്റ് ബോട്ടിൽ റെഡ് കളർ വെച്ചിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. അക്രിലിക് പെയിൻറ്റ് ഉണങ്ങാൻ 2 മണിക്കൂറെങ്കിലും എടുക്കും. ഞാൻ വീഡിയോ എടുക്കുന്നത് കാരണം വേഗം ഉണങ്ങാൻ വേണ്ടി ഹെയർ ഡ്രയർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഉണങ്ങി. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഞാനൊരു കാലിഗ്രഫി കോട്ട് എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇതേപോലത്തെ നല്ല കോട്ട്സ് കിട്ടും, ഷോർട്ടായിട്ടുള്ള കോട്ട്സ്. ഗൂഗിളിൽ നിന്നോ പിൻട്രസ്റ്റിൽ ഞാൻ നേരത്തെ സ്വിച്ച് ബോർഡ് ആർട്ടിൽ പറഞ്ഞ പോലെ പിൻട്രസ്റ്റിലും കിട്ടും നല്ല നല്ല കോട്ട്സ്. അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതേപോലെ അതിൽ കൊടുത്തിരിക്കുന്ന അതേ സ്റ്റൈലിൽ അതേ കർസീവിൽ നമ്മൾ പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട്, വളരെ ലൈറ്റായിട്ട് ബോട്ടിലിൻ്റെ മേലെ ഇതേപോലെ എഴുതി കൊടുക്കണം. അമർത്തി എഴുതാൻ നോക്കിയാൽ പെയിൻറ്റ് ഇളകി വരും. ഇനി നമുക്ക് വേണ്ടത് ഒരു നേരിയ പോയിൻ്റുള്ള ബ്രഷാണ്. നീറ്റായിട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഗൂഗിളിൽ നോക്കി നല്ലൊരു കോട്ട് സെലക്ട് ചെയ്യുക, സൂം ചെയ്യുക, സ്ക്രീൻഷോട്ട്സ് എടുക്കുക, എന്നിട്ട് ട്രേസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ മേലെ ചെയ്താൽ മതി. കോട്ട് എഴുതി കഴിഞ്ഞു. കുറച്ച് ബ്ലാങ്ക് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാനൊരു ചെറിയ സ്മൈലിയും കൂടി വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഒരു ബുദ്ധേൻ്റെ പിക്ചറാണ് വരക്കാൻ പോകുന്നത്. ഒരു മരത്തിൻ്റെ അടിയിൽ മെഡിറ്റേറ്റ് ചെയ്യുന്ന ബുദ്ധ. എല്ലാ പിക്ചേഴ്സും ഞാൻ ഗൂഗിളിൽ നിന്ന് തന്നെ എടുത്തതാണ്. പിക്ചർ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ അതേ ഷേപ്പിൽ വരയ്ക്കണം എന്നൊന്നുമില്ല. നമ്മളെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചസ് വരുത്താം. അങ്ങനെ നമ്മളെ 3 ഇവിടെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ 3? ഇനിയൊരു ചെറിയ പരിപാടിയും കൂടിയുണ്ട്. നമുക്ക് നൂല് യൂസ് ചെയ്തിട്ട് ബോട്ടിലിൻ്റെ നെക്കൊന്ന് കവർ ചെയ്തെടുക്കാം. ഫെവിബോണ്ട് യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. ഈ ഗ്ലൂ ഗൺ അതേപോലെ ഫെവിക്കോൾ ഇതൊന്നും യൂസ് ചെയ്യുമ്പോൾ എനിക്ക് അത്ര ഒരു ഇതായിട്ട് ഒട്ടിയിട്ട് കിട്ടലില്ല. ഫെവിബോണ്ട് യൂസ് ചെയ്താൽ നല്ല കറക്റ്റായിട്ട് അവിടെ പിടിച്ചു നിന്നോളും. അപ്പോൾ നമുക്കിതേപോലെ ഒന്ന് ചുറ്റിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ ഞാൻ 3നും ത്രെഡ് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ ചെയ്തു വെച്ച വർക്കിൻ്റെ മേലെ വാർണിഷ് അടിച്ചു കൊടുക്കാം. നമ്മൾ ചെയ്ത വർക്ക് കുറേ ലാസ്റ്റ് ചെയ്യണ്ടേ? പൊടി അതൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വൃത്തിയാക്കുമ്പോഴൊക്കെ അതിൻ്റെ പെയിൻറ്റ് ഇളകിപ്പോവും. അപ്പോൾ വാർണിഷ് ഒരു കോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത വർക്ക് എപ്പോഴും ഇതേപോലെ ഉണ്ടാവും. പിന്നെ നല്ല ഗ്ലോസി എഫക്റ്റും കൂടി ഉണ്ടാവും. ഞാനിവിടെ ഫർണിച്ചറിനൊക്കെ അടിക്കുന്ന സാധാരണ വാർണിഷാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ
ആക്രിലിക് വാർണിഷ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ഇങ്ങനത്തെ വർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കിൻ്റെ വാർണിഷ് വാങ്ങാൻ കിട്ടും. അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ ആഹാ നല്ല രസമില്ലേ, അടിപൊളിയായിട്ട് നമ്മളെ ബോട്ടിൽ ആർട്ട് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ബോട്ടിൽ ആർട്ട് ട്രൈ ചെയ്ത് നോക്കൂലേ. ബോട്ടിൽ ആർട്ട് മാത്രമല്ല, സ്വിച്ച് ബോർഡ് ആർട്ട്, സ്റ്റോൺ ആർട്ട്, അങ്ങനെ എല്ലാം ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഈ ചെയ്ത ചെറിയ സ്റ്റോൺ ആർട്ടൊക്കെ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യണേ. എല്ലാവരും സ്വിച്ച് ബോർഡ് ആർട്ടിൻ്റെ വീഡിയോയും കൂടി കാണണേ. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ ഷെയർ ചെയ്യുക. പിന്നെ ചാനലിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. പ്ലീസ് സബ്സ്ക്രൈബ് ചിൻസ് രുചി. താങ്ക് യു.